പമ്പ സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാധാകൃഷ്ണൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ ജീവനക്കാർക്ക് ആ സമയത്ത് ഭക്ഷണം നൽകാതിരിക്കുക, ജീവനക്കാരുടെ കയ്യിൽ നിന്നും ഓവർടേക്ക് ചെയ്തു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് 500 രൂപ വീതം ഫൈൻ ഈടാക്കി വാങ്ങിക്കുക, ജീവനക്കാരെ അന്യായമായി പീഡിപ്പിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും പ്രതികരണം വന്നു. വെൽഫെയർ അസോസിയേഷൻ അതിലേക്ക് വേറെ പ്രതികരണം ഞങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ എഴുത്തുകുത്തുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഏതായാലും കോർപ്പറേഷനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. പമ്പ സ്പെഷ്യൽ ഓഫീസർ രാധാകൃഷ്ണനെ എന്നെ സസ്പെൻഡ് ചെയ്ത് കൂടുതൽ തന്നെ ചുമതലകളിൽ നിന്ന് മാറ്റിയെങ്കിലും ഈ കാരണം കൊണ്ടാണ് രാധാകൃഷ്ണനെ മാറ്റിയതെന്ന് വരുത്താതിരിക്കാൻ കുറച്ച് ദിവസം അവിടെ നിർത്തിയിരുന്നു. അതെനിക്ക് വന്ന് മറ്റേപ്പോഴുള്ള ബുദ്ധിയാന്ന് തോന്നുന്നു. ഏതായാലും വളരെ നന്ദിയുണ്ട്. വെൽഫെയർ അസോസിയേഷൻ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണെന്ന് മാനേജ്മെന്റ് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KSRTC മാനേജ്മെന്റ് നടപടി എടുക്കുന്നുണ്ട്. പക്ഷേ നടപടി എടുക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞിട്ടാണ് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ, അപ്പൊ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ അറിയത്തില്ല, സൂചി പോലും വെക്കാൻ അറിയത്തില്ലാത്ത ആളെ ഓപ്പറേഷൻ ഏൽപ്പിച്ചതെന്ന് ഞാൻ കളിയാക്കി പറയാറുണ്ട്. അയാളെ മാറ്റി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും രാധാകൃഷ്ണനെ മാറ്റിയത്, രാധാകൃഷ്ണൻ മാറ്റപ്പെടുന്നു. രാധാകൃഷ്ണനെ മാറ്റിയ വിവരം ഓർഡറായിട്ട് വരുന്നില്ല. പകരം എന്താണ്, അവിടെ മറ്റൊരാൾക്ക് ചുമതല കൊടുത്തതായിട്ടുള്ള ഉത്തരവ് വരുന്നു. അപ്പൊ രാധാകൃഷ്ണൻ മാറ്റപ്പെടേണ്ടവനാണ് എങ്കിൽ, ഇപ്പൊ ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്ന KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മറ്റെല്ലാ വകുപ്പുകളും അവിടെ വരുമ്പോൾ അതിന് ലീഡ് ചെയ്യുന്നത് KSRTC ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, KSRTCയിലെ ഏറ്റവും നല്ല സ്പെഷ്യൽ ഓഫീസർ എന്നറിയപ്പെടുന്ന ഈശ്വരയാക്ഷി സാറിന്റെ കാലഘട്ടത്തിൽ ഞാൻ 5 കൊല്ലത്തോളം ശബരിമല പമ്പ സ്പെഷ്യൽ സർവീസ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശബരിമല പമ്പ സ്പെഷ്യൽ സർവീസിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈശ്വരയാക്ഷി സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ, മറ്റെല്ലാ വകുപ്പുകളും KSRTC അവരുടെ മീറ്റിങ്ങുകൾ കൂടുമ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും KSRTCയോട് പ്രധാന പരിഗണന നൽകിക്കൊണ്ട് KSRTC പമ്പ സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മഹനീയമായിട്ട് ഇരിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് രാധാകൃഷ്ണനെ പോലെ ഒരാൾ, തൊഴിലാളി ദ്രോഹിയായിട്ടുള്ള ഒരാൾ അവിടെ വന്നിരിക്കുകയും താൻ എന്തോ പന്തളം രാജാവിന്റെ പകരക്കാരനാണെന്നുള്ള ചിന്താധാരയിൽ ജീവനക്കാർ മുഴുവൻ അടിമകളാണെന്ന് കരുതി പീഡിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഉള്ള ആള് ലോറൻസ് ആണ്. അയാളും വലിയ മോശമൊന്നും അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പീഡനത്തിന്റെ കാര്യത്തിൽ. ഏതായാലും അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ശബരിമല പമ്പ കാലഘട്ടത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ ആരാണ് അവിടെ തെരഞ്ഞെടുത്ത് വിട്ടത്? അതും കൂടി അന്വേഷിക്കണ്ടേ ചീഫ് ഓഫീസിൽ നിന്ന്? അപ്പൊ അയാളെ രഹസ്യമായിട്ട് വളരെ ഭംഗിയായിട്ട് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞത് കൊണ്ടല്ല കേട്ടോ മാറ്റിയെന്നുള്ള രീതിയിൽ മാറ്റി മാത്രം വിട്ടിട്ട് കാര്യമില്ല. ഈ യോഗ്യതയില്ലാത്തവനെ അവിടെ നിയമിക്കാൻ തീരുമാനിച്ചത് ആരാണ്? അതും കൂടി അന്വേഷിക്കണ്ടേ? അപ്പോൾ ഈ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണ്ടേ? കാരണം ടെക്നിക്കൽ കാറ്റഗറിയിലുള്ള ആളുകളാണ് അവിടെ പമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഈ ഓപ്പറേറ്റീവ് വിഭാഗത്തിൽ ഇൻസ്പെക്ടർമാർ പൂത്ത് വന്നിട്ടുള്ള ഈ DTOമാർ വന്നിട്ടുള്ള ആളുകൾക്ക് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സോണൽ ഓഫീസർമാർക്ക് കൊടുത്തത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSRTCക്ക് ഈ കാര്യത്തിൽ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. ശബരിമല പമ്പ സ്പെഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഡ്യൂട്ടി വെട്ടിക്കുറച്ചു. 5 ട്രിപ്പിന് ഡബിൾ ഡ്യൂട്ടി കിട്ടിക്കൊണ്ടിരുന്നത് ആ കാനന പാതയിലൂടെ 6 ട്രിപ്പാക്കി മാറ്റി. ആ 6 ട്രിപ്പാക്കി മാറ്റുമ്പോൾ എന്താണ്, കൂടുതൽ സമയം ആ കാനന പാതയിലൂടെ, അവിടെ സമയമില്ല, ഡ്യൂട്ടി തീരുന്ന സമയമുണ്ട്, ഇപ്പോൾ ആളുകളെ മാറ്റി ഇറക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് രാത്രിയിലായിരിക്കാൻ തീരുന്നത്, രാത്രി മുഴുവൻ ഉറക്കളച്ച് ഓടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഈ എല്ലാ സാഹചര്യങ്ങളിലും ഈ 6 ട്രിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ട്രിപ്പിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഒരു ഡ്യൂട്ടി കട്ട് ചെയ്യുക. ഈ രാധാകൃഷ്ണന്റെ ഈ വന്നിരിക്കുന്ന സജു ലോറൻസ് അല്ല ആണെന്ന് തോന്നുന്നു, അയാളുടെയൊക്കെ കാര്യം ഈ 6 ട്രിപ്പിന് 2 ഡ്യൂട്ടി, അപ്പോൾ 4 അടിച്ചോളെങ്കിൽ 4 പൈസ കൊടുക്കുക. അപ്പോൾ 3 ട്രിപ്പിന് 1 ഡ്യൂട്ടി, അത് 2 അടിച്ച് ബാക്കി പൈസ കൊടുക്കുന്നു. ഡ്യൂട്ടി അവിടെ എഴുതുന്നില്ല, 400 രൂപയോ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്, പിച്ചക്കാശ് കൊടുക്കുന്ന പോലെ. അങ്ങനെ ജീവനക്കാരെ പീഡിപ്പിക്കുകയാണ്, സമയത്തിന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ പമ്പ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് ഇവരെ ജീവനക്കാരെ അടിമകളായിട്ട് കാണാനുള്ള പെട്ടൊരു സ്ഥാനമാണ് എന്ന് കരുതിയ രാധാകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ഇപ്പോഴെങ്കിലും ഉന്നത തലങ്ങളിൽ നിന്നും സാധ്യമായതിൽ വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കൈക്കൊള്ളുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാര്യവും കൂടി അന്വേഷിക്കണം. ഇത്തരത്തിലുള്ള വിഡ്ഢികളെ, ഇത്തരത്തിലുള്ള ക്രൂരന്മാരെ, ഇപ്പോൾ ആയിരിക്കുന്നവനും വലിയ മോശമല്ലെന്ന് അറിഞ്ഞു, പക്ഷേ ഇത്തരത്തിലുള്ള തൊഴിലാളി ദ്രോഹികൾക്കെതിരെ ശബ്ദിക്കുവാൻ വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന സസ്പെൻഷൻ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഈ പ്രതികരണം വെൽഫെയർ അസോസിയേഷൻ ഇതിന് ശക്തമായി തന്നെ നടത്തും. ഇനിയിപ്പോൾ റഫറൻഡം കഴിഞ്ഞാൽ നേരിട്ട് വന്ന് ഞങ്ങൾ പ്രതികരിക്കുമല്ലോ. അപ്പോൾ പ്രതികരണത്തിന്റെ കാര്യത്തിൽ യാതൊരു മടിയുമില്ല. ഈ കാര്യങ്ങൾ മാനേജ്മെന്റ് മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. രഹസ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട
DTO സസ്പെൻഡ് ചെയ്തല്ലോ. ആ ഉത്തരവ് പോലും പൂഴ്ത്തി വെച്ചിരിക്കുക, രഹസ്യമായിട്ട് സസ്പെൻഡ് ചെയ്തു. അതൊന്നും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് അവിടുന്ന് തന്നെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്ന ആ ചെയ്ത വ്യക്തി എനിക്കറിയാം ആരാണെന്ന്, വെൽഫെയർ അസോസിയേഷനെ അറിയിക്കാതെ അത് നടപ്പിലാക്കിയെങ്കിലും ഈ കാര്യങ്ങളിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതിലും തൊഴിലാളി ദ്രോഹികൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് വേണം ഈ കാര്യവും കൂടി പരിഗണിക്കാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.